ശില്പ അർജുനെ ചുംബിക്കാൻ ഒരുങ്ങിയ നേരമാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ജസ്റ്റ് എ മിനിറ്റ്. അർജുൻ പെട്ടെന്ന് തന്നെ ശില്പയെ മടിയിൽ നിന്ന് മാറ്റിയിരുത്തി എഴുന്നേറ്റ് ഫോൺ എടുത്തു. ആ യദു? അർജുൻ സംസാരിച്ചുകൊണ്ട് അല്പം മാറി നിന്നു. യദു ആണെന്ന് കാണേ ശില്പ പല്ല് റമി. നീ 2 ദിവസമായല്ലോ വിളിച്ചിട്ട്? യദു ചോദിക്കുന്നത് കേട്ട് അർജുൻ ഒന്ന് ചിരിച്ചു. എല്ലാ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുക, നീ എന്ന് എൻ്റെ കാമുകയോ? അർജുൻ അതേ ചിരിയോട് ചോദിച്ചു. ഓ, എന്ന് വെച്ചാൽ കാമുകവൻ മാത്രമല്ലേ എന്നും വിളിക്കൂ. എടാ കോപ്പേ, എനിക്ക് വയ്യാതെ കിടക്കുമല്ലേ, അപ്പോൾ എനിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചതിനൊക്കെ എന്താ എന്നെ വിളിച്ചാൽ? ഇത് പല്ലിറമി. എടാ, ഞാൻ അല്പം തിരക്കിലായിരുന്നു, അതാണ്. പിന്നെ നീ വീട്ടിലല്ലേ, റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. അർജുൻ പറഞ്ഞതിന് യദു ഒന്ന് മൂളി. അല്ല, റിയാസ് ഉണ്ടോ അവിടെ? അർജുൻ ചോദിച്ചു. ഇല്ല, അവൻ ഇന്നലെ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി, യദു പറഞ്ഞു. കുറച്ചു നേരം അവർ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അല്ലടാ, ആ ഭദ്രയെ പറ്റി വല്ല വിവരവും അറിഞ്ഞോ? അല്പനേരങ്ങൾക്ക് ശേഷം യദു അല്പം മടിയോടെ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് അർജുൻ ഒരു നിമിഷം നിശബ്ദനായി. അത് എടാ, നമ്മുടെ അടുത്ത് നിന്നല്ലേ അവളെ കാണാതായത്, അതുകൊണ്ട് എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല, യദു പറഞ്ഞത് കേട്ട് അർജുൻ നെറ്റി തടവി. അജു? ശില്പ അതേ നേരമാണ് അവനെ നോക്കി വിളിച്ചത്. അർജുൻ അവളെ ഒന്ന് നോക്കി. ഓ, നീ ശില്പയുടെ കൂടെയായിരുന്നോ? യദുവിൻ്റെ ചോദ്യം ഫോണിലൂടെ അവനെ തേടിയെത്തി. എങ്കിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ ഭദ്രയെപ്പറ്റി അന്വേഷിക്കാൻ എന്തായാലും റിയാസിനോടൊന്ന് പറയട്ടെ, യദു പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാൻ ഒരുങ്ങി. നീ ഇനി അവനോട് ചോദിക്കാൻ ഒന്നും പോകണ്ട. ഞാൻ അന്വേഷിച്ചിരുന്നു. അവളിപ്പോൾ അവളുടെ വീട്ടിലുണ്ട്. ആ തന്തയും മോളും പണം തട്ടാൻ വേണ്ടി നടത്തിയ കളികളാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കണ്ടത്. നീ ഇനി വെറുതെ അവളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അർജുൻ പെട്ടെന്ന് യദുവിനോട് പറഞ്ഞു. നീ ശരിക്കും അന്വേഷിച്ചോ? യദു ഒരിക്കൽ കൂടി ചോദിച്ചു. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ? അർജുൻ പല്ലെറിഞ്ഞു. ഭദ്രയുടെ കാര്യത്തിൽ മാത്രം നീ പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് അല്പം പ്രയാസമാണ്, യദു ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. എന്നാ നീ വിശ്വസിക്കേണ്ട, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, അർജുൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഏത് പെണ്ണിൻ്റെ കാര്യമാണ് അർജുൻ നിങ്ങൾ സംസാരിച്ചത്? പെട്ടെന്ന് അവൻ്റെ തൊട്ടരികിൽ വന്ന് ശില്പ ചോദിച്ചു. അർജുൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അത് യദുവിന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഒരു പെണ്ണാണ് അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ പെണ്ണിൻ്റെ കാര്യമാണ്, അർജുൻ വലിയ താല്പര്യം കാണിക്കാതെ അവളോടായി പറഞ്ഞു. ആ പെണ്ണിൻ്റെ എന്ത് കാര്യം? നീ അവളുടെയും തന്തയുടെയും കളികൾ ആണെന്നോ മറ്റോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, ശില്പ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. ഓ, ആ പെണ്ണിനെ ഇടയ്ക്ക് വെച്ച് കാണാതെ പോയി. അല്ല, കാണാതെ പോയതല്ല, അവൾ ആരോടും പറയാതെ പോയി. അതിനുശേഷം അവളുടെ തന്ത എന്ന് പറയുന്നവൻ ഹോസ്പിറ്റലിൽ വന്ന് മകൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് ബഹളം വയ്ക്കുകയും ഹോസ്പിറ്റലുകാരോട് പൈസ വാങ്ങുകയൊക്കെ ചെയ്തു. അതിനെപ്പറ്റി പറഞ്ഞതാണ്. അവൾ വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുമെന്ന് മനസ്സിലായി അർജുൻ കുറച്ച് കാര്യങ്ങൾ അവളോട് പറഞ്ഞു. അല്ല, ഈ യദുവിനിപ്പോൾ എങ്ങനെയുണ്ട്? ശില്പ അറിയാൻ താല്പര്യമൊന്നുമില്ലെങ്കിലും അർജുനോടായി ചോദിച്ചു. അവൻ ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയി. ഇനി കുറച്ച് നാൾ റെസ്റ്റാകും, അർജുൻ മറുപടി നൽകി. ഷോ, പാവം യദു അല്ലേ അജു? ശില്പ മുഖത്ത് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവനോട് ചോദിച്ചു. എന്നെ അവന് ഇഷ്ടമല്ലെങ്കിലും യദു നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് അവനോട് ഒരു ഇഷ്ടക്കേടും തോന്നിയിട്ടില്ല. എനിക്കും അവനൊരു നല്ല സുഹൃത്ത് തന്നെയാണ്. അവനൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്ത് വിഷമം വന്നെന്നോ? ശില്പ വിഷമത്തോടെ അർജുനെ നോക്കി പറഞ്ഞു. അർജുനൊന്ന് നിശ്വസിച്ചുകൊണ്ട് ശില്പയുടെ കവിളിൽ തലോടി. നിന്നെ അവർ ശരിക്കും മനസ്സിലാക്കുന്നൊരു സമയം വരും ശില്പ, അവൻ ആദരമായി പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അത് ഉടനെ തന്നെ ആകട്ടെ അജു, അവൾ പതിയെ പറഞ്ഞു. അതേ നിമിഷം അർജുൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ശില്പയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ ആരാണെന്ന് നോക്കി. ആരാണെങ്കിലും ഇപ്പോൾ ഇനി എടുക്കണ്ട അജു, നമുക്ക് മാത്രമായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, ശില്പ അവനോട് പറഞ്ഞു. എന്നാൽ സ്ക്രീനിൽ തെളിഞ്ഞ ടോണി എന്ന പേര് കണ്ടതും അർജുന് ഫോൺ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ഇമ്പോർട്ടൻ്റ് കോളാണ് ശില്പ, പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്, അറ്റൻഡ് ചെയ്തേ മതിയാവൂ, ശില്പയെ തന്നിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. ഒരുപാട് നേരം എടുക്കും അജു, അവൾ അവനോട് അല്പം ഈർഷ്യയിൽ തന്നെ ചോദിച്ചു. കുറച്ച് നേരം എടുക്കും. ആക്ച്വലി കോൺഫറൻസ് കോളാകും. നെക്സ്റ്റ് വീക്ക് മുതൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഡിസ്കഷനാണ്, അർജുൻ ശില്പയെ നോക്കി അല്പം മടിച്ച് കള്ളം പറഞ്ഞു. എങ്കിൽ പിന്നെ നിൻ്റെ ഡിസ്കഷൻ നടക്കട്ടെ, ഞാൻ പോകുവാണ്, ശില്പ അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അങ്ങനെ ആകട്ടെ ശില്പ, അർജുൻ അവളോട് പറഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോക്കി. അവൻ്റെ മറുപടി കേട്ട് ശില്പയുടെ മുഖം ഇരുണ്ടു. ഓ, നിനക്കിപ്പോൾ എങ്ങനെയാണല്ലേ, എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയെന്നാണ് നിൻ്റെ ചിന്ത, ശില്പ പെട്ടെന്ന് അവനോട് ദേഷ്യത്തോടെ മുരണ്ടു. നീ എന്തൊക്കെയാണ് ശില്പ പറയുന്നത്? അർജുൻ നെറ്റിച്ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പോകോ എന്ന് പറഞ്ഞപ്പോൾ പോകണ്ട എന്നല്ല, പകരം ആശേരി പൊക്കോ എന്നാണ് നീ പറഞ്ഞത്. ഇന്ന് ഞാൻ എന്തുമാത്രം ആശിച്ചാണെന്നോ നിൻ്റെ കൂടെ കുറച്ചൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്? ശില്പ അവനെ നോക്കി പല്ലെറിഞ്ഞു. ബേബി, എനിക്ക് നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്,
പക്ഷേ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കറിയാലോ, ഫിലിമിൻ്റെ കാര്യത്തിൽ ഈ അർജുൻ യാതൊരു കോംപ്രമൈസിനും തയ്യാറാകില്ല. പിന്നെ നിന്നോട് പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് കോളാണ്. ഇത് കുറച്ച് നേരം നീണ്ടു നിൽക്കുകയും ചെയ്യും. നീ അപ്പോൾ ബോറടിച്ച് ഇവിടെ ഇരിക്കേണ്ടി വരും. അതോർത്താണ് നീ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കാതിരുന്നത്. അർജുൻ ശില്പയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. ശേഷം അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചു. ഞാൻ കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇനിയുള്ളത് ബേബി. അതൊക്കെ വേണ്ട എന്ന് വയ്ക്കാനാകാത്തതുമാണ്. നീ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അർജുൻ ശില്പയെ നോക്കി പറഞ്ഞു. അവൻ്റെ ബേബി എന്ന വിളിയും അവൻ്റെ നെറ്റിയിലെ ചുംബനവും അവൾക്ക് നന്നേ ബോധിച്ചതുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം പെട്ടെന്ന് അവൻ്റെ ചുണ്ടിലൊന്ന് ചുണ്ടമർത്തി. എനിക്ക് മനസ്സിലാകും മഞ്ജു, അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും ഉമ്മ വയ്ക്കാൻ മുതിർന്നു. നോ ബേബി, നീ ഇനി എന്നെ കിസ് ചെയ്യരുത്. ചെയ്താൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ മറക്കും. അർജുൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. മറക്കട്ടെ, എനിക്കതാണ് താല്പര്യം, ശില്പ വശ്യമായ ഭാവത്തോടെ പറഞ്ഞു. ഒപ്പം അവനിലേക്ക് അവൾ അല്പം കൂടി അടുക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് പറ്റില്ല ബേബി, യു ഷുഡ് ഗോ. അർജുൻ ചെറിയ ചിരിയോടെ അവളെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശേഷം അവൻ ഫോൺ കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി. ശില്പ പല്ലെറിമിക്കൊണ്ട് അവിടുന്ന് പോയി. ടോണിയുടെ കോൾ കട്ടായിരുന്നു. അതിനാൽ തന്നെ അവൻ ടോണിയെ തിരിച്ചു വിളിച്ചു. ഹലോ സാർ. ആ ടോണി, ഞാൻ അല്പം ബിസിയായിരുന്നു, അതാ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്. അർജുൻ ടോണിയോടായി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ സാർ, എമർജൻസി ഒന്നുമില്ല. ടോണി പറഞ്ഞത് കേട്ട് അവനൊന്ന് വിശ്വസിച്ചു. ഭദ്ര എവിടെ? നിങ്ങളിപ്പോൾ എവിടെയാണ്? അർജുൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞങ്ങളിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിലാണ് സാർ. ഭദ്ര എൻ്റെ കമ്പനിയിൽ തന്നെയുണ്ട്. ടോണി പറഞ്ഞതിന് അർജുൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഓ, അപ്പോൾ കിട്ടിയ വനത്തിന് ഷോപ്പിംഗ് ആണോ? അർജുൻ്റെ സ്വരത്തിൽ പുച്ഛം കലർന്നു. അവൾ അനിയത്തിയെ കൂട്ടാൻ പോയില്ലേ? അർജുൻ സംശയത്തോടെ ചോദിച്ചു. എറണാകുളത്ത് നിന്ന് നേരെ അനിയത്തിയെ കൂട്ടാനാണ് സാർ പോയത്. അവരുടെ മാമൻ്റെ വീട്ടിൽ ചെന്ന് അനിയത്തിയെ കൂടെ കൂട്ടുകയും ചെയ്തു. പിന്നെ ആ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിൽ പോയി ടീസ് വാങ്ങുകയും അതിന് ശേഷമാണ് ഡ്രസ്സ് വാങ്ങാൻ വന്നത്. ടോണി അർജുനോടായി പറഞ്ഞു. ഇനി എന്താ അവളുടെ പ്ലാൻ എന്ന് വല്ലതും അറിഞ്ഞോ? അർജുൻ നെറ്റി തടവിക്കൊണ്ട് ചോദിച്ചു. ഇനി ആ കുട്ടിയെ ഏതോ സ്കൂളിലോ ഹോസ്റ്റലിലോ ചേർക്കാനും മറ്റുമാണ് ഭദ്രയുടെ തീരുമാനം. സാറിൻ്റെ അടുത്തേക്ക്, അതായത് ഭദ്രയ്ക്കൊപ്പം വരാനാണ് ആ കുട്ടിക്ക് താല്പര്യം. എന്നാൽ ഭദ്ര അത് വേണ്ടാന്ന് പറഞ്ഞു. കാറിൽ ഇരിക്കവേ ഭദ്രയും ലച്ചുവും തമ്മിലുണ്ടായ സംഭാഷണങ്ങൾ ഓർത്ത് ടോണി അർജുനോടായി പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നടക്കട്ടെ. പിന്നെ അവളെ വിട്ട് ഒരിടത്തും പോകരുത്. നിൻ്റെ കൺമുന്നിൽ തന്നെ അവൾ ഉണ്ടാകണം. അർജുൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. ശിവ സാർ. ബാക്കി കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അർജുൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അർജുൻ തിരികെ റൂമിലേക്ക് കയറിപ്പോയി. അവൻ്റെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ നെറ്റിയൊന്ന് തടവി പതിയെ ബെഡിലേക്ക് കടന്നു. ഇതുപോലെ ലച്ചു. ലച്ചു എടുത്തു മാറ്റി വെച്ച 4-5 ഡ്രസ്സുകൾ ചൂണ്ടി ഭദ്ര ചോദിച്ചു. ചേച്ചി, അർജുൻ സാർ അഡ്വാൻസ് എത്രയാണ് തന്നത്? ലച്ചു ഭദ്രയെ നോക്കി മറുചോദ്യം ചോദിച്ചു. 50,000 രൂപ, അവൾ പതിയെ പറഞ്ഞു. 50,000 രൂപയോ? ലച്ചു കണ്ണും വെച്ച് ചോദിച്ചു. അതേനേരം അവരിൽ നിന്ന് കുറച്ച് മാറി, എന്നാൽ അവരെ പൂർണ്ണമായി നിരീക്ഷിച്ചുകൊണ്ട് ടോണി വന്നു നിന്നു. ഭദ്ര ലച്ചു ചോദിച്ചതിന് ഒന്ന് തലയനക്കി. എന്നിട്ടാണ് ചേച്ചി ഞാൻ 2 ഡ്രസ്സ് എടുത്തതേ മതിയോ എന്ന് ചോദിക്കുന്നത്? ലച്ചു ഭദ്രയെ നോക്കി ചോദിച്ചു. ഭദ്ര ലച്ചുവിനെ തന്നെ ഉറ്റുനോക്കി. ലച്ചു വേഗം സെയിൽസ് ഗേളിനെ തിരഞ്ഞു. നല്ല വില കൂടിയ പുതിയ മോഡൽ ഡ്രസ്സ് സെലക്ഷൻ നോക്കാം. ലച്ചു അവരോട് പറഞ്ഞതും അവർ വേഗം തന്നെ കുറച്ചധികം പുതിയ കളക്ഷൻ ലച്ചുവിനെ കാണിച്ചു. ലച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പാക്ക് ചെയ്യാൻ എടുത്തോ എന്ന് സെയിൽസ് ഗേൾസിനോട് പറഞ്ഞു. ലച്ചു, നീ എന്താ ഈ ചെയ്യുന്നേ? അത്യാവശ്യം വേണ്ട ഡ്രസ്സ് എടുക്കാനാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഭദ്ര ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ സൗമ്യമായി പറഞ്ഞു. ഇതൊക്കെ അത്യാവശ്യമാണ് ചേച്ചി, നമ്മുടെ കയ്യിൽ പൈസയല്ലേ ഇരിക്കുന്നത്. ലച്ചു ചിരിയോടെ അവളോട് പറഞ്ഞു. ഈ പൈസ എവിടുന്നാ കിട്ടിയതെന്ന് നീ മറന്നോ ലച്ചു? ഭദ്ര ദയനീയമായി തന്നെ ചോദിച്ചു. എവിടുന്ന് കിട്ടി എന്നതല്ലല്ലോ ചേച്ചി, പൈസ കയ്യിലുണ്ടോ ഇല്ലയോ എന്നതല്ലേ കാര്യം. ലച്ചു പറഞ്ഞുകൊണ്ട് സെയിൽസ് ഗേളിനൊപ്പം അവിടുന്ന് നടന്നു. എന്നെ പറ്റ പൈസയാണ് ലച്ചു, ഭദ്ര മനസ്സിൽ മൊഴിഞ്ഞു. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൾ തുടച്ചുകൊണ്ട് ലച്ചുവിൻ്റെ പുറകെ ചെന്നു. ഭദ്ര അവൾക്ക് ഇടാനായി 2 ചുരിദാർ വാങ്ങിച്ചു, അതും തീരെ വില കുറഞ്ഞത്. പിന്നെ വേഗം ലച്ചു വാങ്ങിയതുൾപ്പെടെ ഡ്രസ്സുകൾക്ക് പൈസ നൽകി അവർ അവിടുന്ന് ഇറങ്ങി. ഇനി എവിടേക്കാ? കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ ടോണി പുറകിലേക്ക് തിരിഞ്ഞ് ഭദ്രയോട് ചോദിച്ചു. സാറിന് ഇവിടെ അടുത്തുള്ള ഏതൊരു നല്ല സർക്കാർ സ്കൂൾ അറിയുമോ? ഭദ്ര ടോണിയെ നോക്കി പ്രതീക്ഷയോടെ ചോദിച്ചു. അവൾക്ക് ആകെ നാട്ടിലെ സ്കൂളുകൾ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. സർക്കാർ സ്കൂളോ? ടോണി എന്നതിലും പറയും മുൻപ് ലച്ചു അല്പം അമർഷത്തിൽ തന്നെ ചോദിച്ചു. ഭദ്ര സംശയത്തിൽ അവളെ നോക്കി. സർക്കാർ സ്കൂളിൽ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടി ചേച്ചി. എനിക്ക് പഴയ സ്കൂളിൽ കിട്ടിയില്ലേ, അതുപോലെ. അതിനുള്ള അവസരമൊക്കെ കഴിഞ്ഞു. ഇനി പ്രൈവറ്റ് സ്കൂളിലേ പറ്റൂ. ലച്ചു പറഞ്ഞത് കേട്ട് ഭദ്രയൊന്ന് ഞെട്ടി. പ്രൈവറ്റ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ ഫീസ്? ഭദ്രയുടെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടന്നു. അർജുൻ സാറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ നോക്കാം. അതാകുമ്പോൾ എനിക്ക് ചേച്ചിയോടൊപ്പം നിൽക്കാമല്ലോ.
ലച്ചു പറഞ്ഞത് കേട്ട് ഭദ്ര ലച്ചുവിനെ രൂക്ഷമായൊന്ന് നോക്കി. അത് നടക്കില്ല ലച്ചു, ഹോസ്റ്റലിൽ നിന്നുള്ള പഠിത്തം മതി. ഭദ്ര പെട്ടെന്ന് തന്നെ അവിടെ നോക്കി പറഞ്ഞു. അതെന്താ? ഞാനും ചേച്ചിയുടെ കൂടെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകില്ല. ഭദ്ര തീർത്ത് പറഞ്ഞു. ഞാൻ കൂടെ വന്നെന്ന് പറഞ്ഞ എന്താ പ്രശ്നം? ചേച്ചി മാത്രം സാറിൻ്റെ വീട്ടിൽ സുഖിച്ച് ജീവിച്ചാൽ മതിയെന്നാണോ? ലച്ചു ചോദിച്ചു. ഞാൻ എന്തിനാ അയാളുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചതെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ. അയാൾ എത്രക്കാരനാണെന്നും കുറച്ചൊക്കെ നിനക്കറിയില്ലേ? അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്കാണോ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്? ഭദ്ര ദേഷ്യത്തിൽ ടോണിയിരിക്കുന്നത് പോലും ഓർക്കാതെ ലച്ചുവിനോട് ചോദിച്ചു. എന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുപോയില്ല, ഭദ്ര തീർപ്പ് പറഞ്ഞു. ലച്ചു ഒന്നും മിണ്ടാൻ പോയില്ല. ടോണി റിവർവ്യൂ മിററിലൂടെ പുറകിലിരിക്കുന്നവരെ ഒന്ന് നോക്കി. ഭദ്ര കണ്ണടച്ച് പുറകിലെ സീറ്റിലേക്ക് ഒന്ന് ചാഞ്ഞു. രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭദ്രയെ കൂട്ടി ടോണി അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയത്. വണ്ടി പോർച്ചിൽ നിർത്തിയതും ഭദ്ര പുറത്തേക്ക് ഒന്ന് നോക്കി. സാറേ, സമയം എത്രയായി? ഭദ്ര ടെൻഷനോടെ ടോണിയോട് ചോദിച്ചു. 8:30 ടോണി ടൈം നോക്കി പറഞ്ഞുകൊണ്ട് ഭദ്രയെ നോക്കി. അവൾ പേടിയോടെ കൈ രണ്ടും ഷാളിൽ തീർത്ത് പിടിച്ചു. ഇറങ്ങുന്നില്ലേ? ടോണി പേടിയോടെയുള്ള അവളുടെ ഇരിപ്പ് കണ്ട് സംശയത്തിൽ ചോദിച്ചു. സാറേ, നമ്മൾ താമസിച്ചില്ലേ? 8 മണിക്ക് വരണമെന്നല്ലേ അർജുൻ സാർ പറഞ്ഞത്? അവൾ ടോണിയെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു. ടോണി ഭദ്രയെ തന്നെ ഉറ്റുനോക്കി. സാറെന്ത് പറയും? കൃത്യം 8 മണിക്ക് വരണമെന്നല്ലേ സാർ പറഞ്ഞത്? അവൾ പറഞ്ഞതിനൊപ്പം പുറത്തേക്ക് പേടിയോടെ നോക്കുകയും ചെയ്തു. അതൊന്നും കുഴപ്പമില്ല, ഇറങ്ങിക്കോ, ടോണി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഭദ്ര അവൻ ഇറങ്ങുന്നതൊന്നും നോക്കി ശേഷം മടിച്ച് അവളും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വീടിനുള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ ഭയത്തോടെ അർജുനെ തിരഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് സെർവൻസ് വന്ന് അർജുൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത്. അവൾ വേഗം തന്നെ അവൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന റൂമിലേക്ക് പോയി. ഒന്ന് കുളിച്ച് അവൾ ഒരു ചുരിദാർ എടുത്തു ധരിച്ചു. ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിച്ച സെർവൻസിനോട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വിട്ട് അവൾ ബെഡിലേക്ക് കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ലച്ചുവിനെ ഇനി എന്നാണ് കാണുക എന്നോർത്തായിരുന്നു അവൾക്ക് സങ്കടം. അർജുൻ ഇനി അവളെ കാണാൻ വീട്ടിലെങ്കിൽ എങ്ങനെ അവളെ കാണും, എങ്ങനെ അവളുടെ കാര്യങ്ങൾ അറിയുമെന്നൊക്കെ ഓർത്ത് അവളിൽ ആദ്യം നിറഞ്ഞിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് കൊണ്ടുവന്ന ഒരു കവർ തുറന്ന് അതിൽ തിരഞ്ഞ് ഒരു പേപ്പർ കയ്യിലെടുത്തു. അതിൽ ലച്ചുവിനെ ചേർത്ത സ്കൂളിലെ സാറിൻ്റെയും പിന്നെ ലച്ചുവിനെ നിർത്തിയ ഹോസ്റ്റലിലെയും നമ്പർ ഉണ്ടായിരുന്നു. അവൾ ആ പേപ്പർ ഭദ്രമായി എടുത്തു വെച്ചു. ശേഷം വീണ്ടും ബെഡിലേക്ക് കിടന്നു. ആ ഒരൊറ്റ ദിവസത്തെ സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അതിൽ സുമ പറഞ്ഞ വാക്കുകൾ ഓർക്കും തോറും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ കമിഴ്ന്ന് കിടന്ന് തലേണിയിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. കരഞ്ഞ് അവൾ എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ശരീരത്തിന് മേലെ ഭാരമേറുന്നതുപോലെയും മുടിക്കിടയിലേക്ക് എന്തോ അമരുന്നതുപോലെയും ശ്വാസം മുട്ടുന്നത് പോലെയും ഒക്കെ വന്നപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് അസ്വസ്ഥതയോടെ ഉണർന്നു. തൻ്റെ മേലേക്ക് ആരോ അമർന്നിട്ടുണ്ടെന്നും അയാളുടെ മുഖം മുടിയിൽ പൂഴ്ത്തിയിരിക്കുകയാണെന്നും മനസ്സിലാക്കി അവൾ ഭയത്തോടെ വെപ്രാളത്തോടെ ബെഡിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് തിരിയാൻ നോക്കി. എന്നാൽ അവൾക്ക് മേലേക്ക് അമർന്നവൻ അവൾ അതിന് സമ്മതിച്ചില്ല. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ ചെവിക്കരികിലും മുൻകഴുത്തിലും തട്ടി തടഞ്ഞു നീങ്ങിയതും അവൾ പൊള്ളിപ്പിടഞ്ഞുപോയി. ആരാ? ഇട്! അവൾക്ക് ഭയം കാരണം ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. മുറിയിൽ ഇരുട്ട് നിറഞ്ഞതാണോ അതോ തൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. പിൻകഴുത്തിൽ അവൻ്റെ ചുണ്ടും മുഖവും എല്ലാം മുട്ടി ഒരുമിയതും അവളുടെ ഉടൽ വിറച്ചു. ആ! അവൾ അലറി. നിമിഷ നേരം കൊണ്ട് അവൻ അവളെ മലർത്തിക്കിടത്തി. മുറിയിലെ ഡിം ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവൾ കണ്ടു വശ്യമായ ചിരിയോടെ തൻ്റെ മേലേക്ക് വീണ്ടും അമരുന്ന രഘുവിനെ. അവൾ പകപ്പോടെ വീണ്ടും അലറി. എന്നാൽ അപ്പോഴേക്കും രഘു അവളുടെ മേലേക്ക് ചാഞ്ഞ് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൾ പിടഞ്ഞുകൊണ്ട് അയാളുടെ കൈയും മുടലും തള്ളി മാറ്റാൻ നോക്കി. അയാൾ ഒരു ക്രൂരമായ ഭാവത്തോടെ അവളുടെ നിറഞ്ഞ കണ്ണുകൾ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അയാളുടെ ചുണ്ടുകളൊന്നൊഴിഞ്ഞു.